ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ ഞാനേ നമ്മൾ ജനുട്ടനെ അങ്കൽവാടി കൊണ്ടാക്കിക്കാണ് ഇങ്ങനെ വന്ന് ഔത്ത് കയറുകയാണേ. അപ്പോൾ ഓനുംപാടെ പോയി നോക്കിയപ്പോഴേ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ചെയ്തുക്കണു. അപ്പോൾ ഞാൻ കരുതി പിന്നെ ചക്കപ്പൊരി ഉണ്ടാക്കിയാലോ. നമ്മൾ മോളൂസ് കുറേ ദിവസത്തേക്ക് കൊണ്ട് ചക്ക പൊരിച്ചരുമോ ചോദിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ എന്നാലും ഈ ചക്ക കൊണ്ട് എന്നാലും ചക്കപ്പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓനെ കൊണ്ടാക്കി വന്ന് കണ്ട് പണിയൊക്കെ കഴിഞ്ഞിക്കണേ. അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണേ. അപ്പോൾ എന്നാൽ ഈ ചക്ക ചുളയരിഞ്ഞ് കാണ്ട് അതുപാട് കഴിഞ്ഞിട്ടുണ്ട് കുളിച്ചാൻ കയറാമെന്ന് വിചാരിച്ച് കാണ്ട് അതിനുള്ള പരിപാടിയാണ്. തറവാട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഈ മഴ അത്ര പോരട്ടോ, മധുരമൊക്കെ പൊയ്ക്കണേ. അപ്പോൾ എന്താണെന്നറിയില്ല, ചക്ക അങ്ങോട്ട് മുറിച്ചിട്ട് മുറിയണില്ല. ഏതായാലും നല്ല വിളഞ്ഞിയാണ്. അപ്പോൾ വിളഞ്ഞൊക്കെ ഒന്ന് ഒപ്പിയെടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുവരെ ചക്ക കിട്ടുമോ കൂട്ടാൻ ഉണ്ടാക്കുമെന്നല്ലാതെ ഓളിങ്ങനെ പറയും ചക്കപ്പൊരി ഉണ്ടാക്കി തരുമോ. അപ്പം എന്നാൽ ഇപ്പോൾ ഇത് കൂട്ടാൻ ഉണ്ടാക്കാനാവില്ല. ഇതോള് പറഞ്ഞ പോലെ തന്നെ എന്നാൽ ചക്കപ്പൊരി ഉണ്ടാക്കാം. ഒക്കെ ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണേ. ഞാൻ അതുവരെ ചക്കപ്പൊരി ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഓളിങ്ങനെ പറയണതല്ലേ. അപ്പോൾ ചക്ക പഴുത്തുകാണ്ട് കൊടുക്കുമ്പോഴും ഒക്കെ അങ്ങനെ ചക്ക കിട്ടിയാൽ ഓള് പറയും ഇന്ന് ചക്കപ്പൊരി ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ പിന്നെ എളുപ്പപ്പണിയൊക്കെ കാണാൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കും ചെയ്യും. അപ്പം എന്നാൽ ഇന്ന് പോളെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ട് അതുകൊണ്ട് ചുളയിരിഞ്ഞ് കാണാണ്ട് മുറത്തിലിട്ട് വെച്ച് കാണ്ട് ആക്കം പോലെയൊക്കെ ഉണ്ടാക്കാം. എന്നാലും പകുതിപ്പണി കൊണ്ട് ഒരുങ്ങുമല്ലോ എന്ന് വിചാരിച്ച് കാണ്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി പെരയിലുള്ള പണിയും കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓനെ കൊണ്ടാക്കി വന്നിക്കാണ്. ഇനിയിപ്പോൾ ഈ ചക്കമ്മത്തെ ചുളയൊക്കെ ഒന്ന് ഇരിഞ്ഞിക്കാണ്ട് പാത്രത്തിൽ കിടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ അങ്ങനെ ഉണ്ടാക്കണം. നമ്മൾ തിരുമ്പി കുളിച്ചൊക്കെ ഔത്ത് കയറട്ടെ. അതൊക്കെ അങ്ങനെ ആക്കം പോലെ അങ്ങനെ ഉണ്ടാക്കണം. ഓൾ സ്കൂൾ വരുമ്പോഴത്തേനൊക്കെ കണ്ടങ്ങനെ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഇത് 3-3:30 ആകുമ്പോഴത്തേനും നമ്മൾ ജനിട്ടനെ പോയിക്കാണ്ട് കൊണ്ടുവരാനും വേണം പോവുക. അത് നല്ല കൂട്ടക്കരച്ചിലാണ് കേട്ടോ മക്കളെ. അപ്പം അങ്ങനെ ചുള ഇരുന്നിക്കാണ്ട് അതൊക്കെ മുറത്തേക്കാണ്ട് ഇട്ടു. ഇനി മടലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് വലിച്ചിരട്ടെ എന്നും കരുതി. ഇനി കൈയൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഔത്ത് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പൊരിച്ചലൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.